ഹായ് നീറ്റ് ആസ്പിറൻസ് എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ തയ്യാറായിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എങ്ങനെ നീറ്റ് 2023 എക്സാം അപ്രോച്ച് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അതായത് എത്ര പഠിച്ചാലും ആ ദിവസത്തെ 3 അവർ 20 മിനിറ്റ്സ് എന്ത് ചെയ്യുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് അതുപോലത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എക്സാമിനുള്ളത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നാളെ രാവിലെ 8 മണിക്ക് മുത്ത് 8 AM തൊട്ട് ഫിസിക്സിൻ്റെ ഫുൾ റിവിഷൻ, തൊട്ടടുത്ത ദിവസം കെമിസ്ട്രിയുടെ ഫുൾ റിവിഷൻ, തൊട്ടടുത്ത ദിവസം ബയോളജിയുടെ ഫുൾ റിവിഷൻ, ഇങ്ങനെ ഉണ്ടാവും കൃത്യമായിട്ട്. അപ്പം നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഒരു റൗണ്ട് എല്ലാ ചാപ്റ്ററിലും കൂടെ ഒരു റൗണ്ടും കൂടെ കടന്നു പോകണം. അധ്യാപകരോടൊപ്പം തന്നെ അവർ പറയുന്ന കേട്ട് അവരുടെ കൂടെ ആ ചോദ്യം ഒന്നും കൂടെ റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളും കോൺസെപ്റ്റുകളുമായിരിക്കും പറഞ്ഞു പോവുക. 20 മിനിറ്റ്സ് ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിട്ട്, പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും എടുത്ത് സൈഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, കൃത്യമായ ആ ലൈവിൽ അറ്റൻഡ് ചെയ്യുക. അധ്യാപകർ പറയുന്ന സ്പീഡിൽ തന്നെ പോവുക. ആ ക്ലാസ് കഴിയുമ്പോൾ, ഓരോ ക്ലാസ് കഴിയുമ്പോൾ സ്ലൈഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ വരും. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ലൈഡ്സ് എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ വായിച്ച് റിവൈസ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഫുൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ തീർക്കും. ഒരു റൗണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക, ഫിസിക്സ് ഒന്നും കൂടെ വായിക്കുക. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്ട്രക്ചർ ചെയ്ത് മുമ്പോട്ട് പോകുന്ന. നമ്മളോടൊപ്പം നിൽക്കുക, ഒരുമിച്ച് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച് തകർത്ത് മുമ്പോട്ട് പോകും. ഇനി എങ്ങനെയാണ് 2023 നീറ്റ് എക്സാമിനെ നേരിടേണ്ടത്, നമ്മളതിലേക്കാണ് പോകുന്നത്. മക്കൾ അഡ്മിറ്റ് കാർഡ് വരാറായി അല്ലേ, ഇപ്പോൾ വന്നിട്ടുണ്ടാവും. സോ ചിലപ്പോൾ ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടാവും. സോ അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവും. അപ്പോൾ എന്തായാലും റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ മുമ്പ്, 30 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ എക്സാം ഹാളിൽ എത്തണം. ഞാൻ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലേക്ക് പോകാൻ അതിന് മുമ്പ് ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്ന കുറേ തോട്ട് പ്രോസസ്സുകളും പ്രശ്നങ്ങളെയും ഞാൻ എന്ത് ചെയ്യാണ്, ഓവർകം ചെയ്യാൻ വേണ്ടി പറയുകയാണ്. പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 30 മിനിറ്റ് മുമ്പ് റിപ്പോർട്ടിംഗ് ടൈം എത്രയാണോ, ചിലരുടെ റിപ്പോർട്ടിംഗ് ടൈമൊക്കെ എത്രയായിരിക്കും, ഒരു 11, ഞാൻ പറഞ്ഞു ചില കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, 11:30 ഒക്കെ ആയിരിക്കും ടു ഒരു 1:30 വരെയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ടിംഗ് ടൈമായിട്ട് കിട്ടാം. അതിനൊരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സെൻറ്ററിൽ എത്തണം. അരമണിക്കൂർ മുമ്പ് എത്തിയാൽ മതി. അപ്പോൾ ഈ 11:30 ഒക്കെ റിപ്പോർട്ടിംഗ് ടൈം വരേണ്ടവരല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഈ 11:30 എത്തുന്നവരെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക. ബിക്കോസ് ആ 11:30 തൊട്ട് 2 o'clock വരെ 2.5 മണിക്കൂറുള്ള സമയം അവർ വെറുതെ ഇരുന്ന് എന്ത് ചെയ്യും, അത്രയും ഇറിറ്റേറ്റഡ് ആവും. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ 11:30 എത്തിയാൽ ഈ എക്സാം തുടങ്ങുന്ന 2 o'clock വരെയുള്ള സമയം എന്ത് ചെയ്യുകയാണ്, ടോട്ടലി എക്സാം ഹാളിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അല്ലേ, ചുമ്മാ ഇരിക്കാറില്ല. നമ്മൾ 1 മണിക്കൂറൊക്കെ ചുമ്മാ ഇരിക്കാം, 2 മണിക്കൂർ 2.5 മണിക്കൂർ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഇറിറ്റേറ്റഡ് ആയി മാറും നമ്മൾ. സോ അതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവരെ 11:30 ആണ് റിപ്പോർട്ടിംഗ് ടൈം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങൾ പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് മാത്രം കൊണ്ടുവരിക. കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനെ ആലോചിച്ച് തന്നെ ഇരിക്കുക. ഒന്ന് നിങ്ങളുടെ മനസ്സിലൂടെ എന്ത് ചെയ്യുക, പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് മാത്രം, നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഒരിക്കലും നിങ്ങൾ ആ സമയത്ത് റിക്കളക്ട് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ മാത്രം നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യും, ചിലപ്പം വിട്ടുപോയാൽ മറന്നു പോയി കഴിഞ്ഞാൽ അയ്യോ അതെനിക്ക് കിട്ടിയില്ല, ഇക്വേഷൻ ഓർമ്മയില്ല, അതെന്താണ്, അങ്ങനെയൊക്കെ കുറേ നിങ്ങൾ ഈ എക്സാം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ആ ഒരു ഗ്യാപ്പിൽ ആലോചിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ കയറിയാൽ പിന്നെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആലോചിക്കരുത്. നിങ്ങൾ വളരെ പോസിറ്റീവായി നിങ്ങൾക്ക് എന്താണ് എക്സാമിനേഷൻ വരുന്നു, നിങ്ങൾ റിസൾട്ട് വരുന്നു, ഹാപ്പി ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു, മെഡിക്കൽ കോളേജിൽ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പോസിറ്റീവ്, നിങ്ങൾക്ക് ലൈഫിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സമയങ്ങളിൽ ആലോചിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 11:30 റിപ്പോർട്ടിംഗ് ടൈം കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഞ്ച് ടൈം എന്ന് പറയുന്നത് നോർമലി എല്ലാ മനുഷ്യന്മാർക്കും ഒരു 1 o'clock 12:30 ഒക്കെയാണ്. സോ 1:30 ഒക്കെയാണ്, ചിലർക്ക് 2:30 ഒക്കെയാണ്. അപ്പോൾ ആ സമയം ആകുമ്പോഴേ വിശപ്പുണ്ടാവുള്ളൂ. അപ്പോൾ പലരും ഇവിടെ ഭക്ഷണം കഴിക്കാതെ ആയിരിക്കും കയറുക. അത് ഈ 11:30 തൊട്ട് അവർ നിങ്ങൾക്കറിയാം വൈകുന്നേരം 5:20 വരെ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കേണ്ടതാണ്. അപ്പം അത്രത്തോളം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങളോട് പറയുന്നില്ലേ, അതായത് എക്സാമിനേഷന് മുമ്പുള്ള ഇനിയുള്ള 3-4 ദിവസങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഒരു രാവിലെ ഒരു 7 AM എന്ത് ചെയ്യണം, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിക്കുന്നതിൻ്റെ ഒരു 2x ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കണം. നിങ്ങൾ 2 ഇഡ്ഡലിയാണ് കഴിക്കുന്നെങ്കിൽ 3 ഇഡ്ഡലി കഴിക്കുക. ഒരു 5 ഇഡ്ഡലി കഴിക്കുന്നവർ പിന്നെ അതിൽ കൂടുതലൊന്നും കഴിക്കണ്ട, അത് മതി. സോ എന്നാലും 2 ഇഡ്ഡലി കഴിക്കുന്നവർ ഒരു 4 ഇഡ്ഡലി കഴിക്കുക, 3 ആണെങ്കിൽ ഒരു 6 ഇഡ്ഡലി വരെ എന്ത് ചെയ്യുക, കഴിക്കുക. കാര്യം ആ എനർജി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു ത്രൂ ഔട്ട് ദി ഡേ നിങ്ങൾ എന്ത് ചെയ്യണം, വേണം. എന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു 11:30 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ഒരു 11 o'clock ആകുമ്പോൾ ഇവിടെ എത്തണം, നിങ്ങളുടെ സെൻറ്ററിൽ എത്തണം. നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ഉണ്ട്, ഇത്ര മണിക്കൂർ എനിക്ക് ട്രാവൽ ചെയ്യണം.
സോ ഗൂഗിൾ മാപ്പിൽ നോക്കുക ലൊക്കേഷൻ. അപ്പോൾ എത്ര മണിക്കൂർ ട്രാവൽ ചെയ്യണം, എങ്ങനെയാണ് നിങ്ങളെ പോകുന്നത്, നിങ്ങളെ കൊണ്ടുവിടുന്ന ആരാന്നുള്ളതൊക്കെ ഉൾപ്പെടെ എല്ലാം പ്ലാൻ ചെയ്യണം. രാവിലെ ആകുമ്പോൾ ആരെങ്കിലും തപ്പുക, ബസ് തപ്പുക, അങ്ങനെയൊന്നുമല്ല. എങ്ങനെയാണ് കയറി പോകേണ്ടതെന്നുള്ളതെല്ലാം കൃത്യമായി മനസ്സിലാക്കണം. ഈ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു വിടണം, റൈറ്റ്. സോ എവിടെയാണ് എന്നുള്ളത് നോക്കിയിട്ടൊക്കെ വരാൻ, അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ, റൈറ്റ്. ഒരു തരത്തിലുള്ള ബ്ലോക്ക് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പം നിങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ മുമ്പ് അവിടെ എത്തേണ്ട പ്ലാൻ. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ എൻട്രൻസ് എക്സാം എൻ്റെ ബ്രദറാണ് കൊണ്ടുവിട്ടത്. വണ്ടി കൊണ്ടുവിട്ടിട്ട് ആൾ പോകുമായിരുന്നു. അപ്പം അങ്ങനെ ആരാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ട് സെറ്റ് ആയിരിക്കണം. ഇനി ഡ്രസ് കോഡ് ഓൾറെഡി വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. സുധി മാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനലിൽ നിന്ന് തന്നെ കാണുക. അപ്പോൾ ഈ 11 o'clock എന്നുള്ളൊരു 7 മണി തൊട്ട് അല്ലേ, ഈ പറഞ്ഞ പോലെ 11 o'clock ആകുമ്പോൾ നിങ്ങൾ 7 മണിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ 11 o'clock എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ ഒരു ടിഫിൻ ബോക്സിൽ കുറച്ച് ഭക്ഷണം എന്ത് ചെയ്യുക, കരുതുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും മതി, കരുതുക. അതും എന്ത് ചെയ്യുക, ഒന്ന് കഴിച്ചിട്ട് വേണം നിങ്ങൾ ഈ 11:30 എന്ത് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ അകത്ത് കയറാൻ വേണ്ടി. എന്നിട്ട് ബാക്കി എക്സാമിനേഷൻ ഹാളിൽ എന്ത് കൊണ്ടുപോകാൻ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം ഓൾറെഡി അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് ഈ ചാനലിൽ തന്നെ വരും. അപ്പോൾ ഈ 11:30 കയറുന്ന ആൾ, അല്ലെ 1:30 കയറുന്ന ആൾ, ഞാൻ പറയുന്ന അതിനിടയ്ക്കുള്ള ഈ സമയമില്ല, നിങ്ങൾ ഈ അതായത് എക്സാമിനേഷൻ ഹാളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയം ഒരുപാട് പേരെ അവിടെ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാം, പഴയ ആളുകളെ കാണാം. ചുമ്മാ പോയി വെറുതെ ആവശ്യമില്ലാത്ത ഇൻട്രാക്ഷൻസും അവരുമായിട്ട് പഠിക്കുന്ന കാര്യം ഡിസ്കസ് ചെയ്യും. ഒരുപാട് പേര് ബുക്ക് എടുത്ത് വെച്ചിട്ട് അപ്പം പഠിക്കുന്ന കാണാം, എൻസിആർടി എടുത്ത് വെച്ചിട്ട് വായിക്കുന്നു, അത് വായിക്കുന്നു, ബുക്ക് കുറേ കാര്യങ്ങൾ വായിക്കുന്നതാണ്. പക്ഷേ ഒരുപാട് എന്ത് ചെയ്യരുത്, നിങ്ങൾ പിന്നെ പഠിക്കാനൊന്നും പോലെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഏറ്റവും മെയിൻ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുമോ, ഞാൻ പഠിച്ചതായിരിക്കുമോ വരിക, എനിക്ക് അതൊക്കെ കൃത്യമായി എഴുതാൻ പറ്റുമോ, ഇങ്ങനത്തെ ഓരോ ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങളുടെ വർഷങ്ങളുടെ കഷ്ടപ്പാടാണ്, അതിൻ്റെ എല്ലാം വാല്യൂ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ വന്നിരിക്കും, ഉറപ്പാണ് എന്ന കോൺഫിഡൻസിൽ തന്നെ എന്ത് ചെയ്യുക, വളരെ പോസിറ്റീവ് ഹാപ്പിയായി അച്ഛനും അമ്മയൊക്കെയാണ് കൂടെ ഉണ്ടെങ്കിൽ തമാശയൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് നിൽക്കുക. റിപ്പോർട്ടിംഗ് ടൈം എപ്പോഴാണോ അപ്പം നേരെ ചെല്ലുക, അവിടെ കയറുക. പ്രോപ്പറായിട്ട് ആ സമയത്ത് നിൽക്കുക. എല്ലാ കാര്യങ്ങളും തിങ്സ് ടു ക്യാരി ഇൻ എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ വീഡിയോ ഉണ്ട്. ആ സാധനം എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം, അത് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ പറയുന്നതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വെച്ചോ കയ്യിൽ. പേരൻസിനോട് കയ്യിൽ സൂക്ഷിച്ചോളം പറഞ്ഞു, നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും എടുത്ത് കൈ വെച്ചോ, വെറുതെ റൈറ്റ് ഇരുന്നോട്ടെ, വണ്ടിയിൽ ഇരുന്നോട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യുക, പേരൻസ് പുറത്ത് നിന്നോട്ടെ, ആവശ്യമുള്ള കാര്യവുമായിട്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് എന്ത് ചെയ്യുക, കയറുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 11:30 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കയറണം. ചിലർ 1:30 ആകുമ്പോൾ കയറുന്നു. കയറി കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് വേറൊന്നും ആലോചിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ വളരെ കൂളായി പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം ആലോചിച്ചിരിക്കുക. റിവിഷൻ ഒന്നും അപ്പം മനസ്സിലൊന്നും ചെയ്യേണ്ട കാര്യം, ഓൾറെഡി നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇനി എക്സാമിനേഷൻ ഹാളിൽ കിട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അത് കോഡ് അനുസരിച്ച് ആ ഓർഡർ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. എങ്കിലും എല്ലാ കുട്ടികളും ഏത് സബ്ജക്റ്റാണ് ആദ്യം ചെയ്യേണ്ടത്, അതാണ് ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത്. ഏത് സബ്ജക്റ്റാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഡൗട്ട് നിങ്ങൾക്ക് വരിക. പല ടോപ്പേഴ്സും പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഫിസിക്സ് ചെയ്യാറുണ്ട് ആദ്യമേ, കെമിസ്ട്രി ചെയ്യാറുണ്ടെന്ന്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ബയോളജി ചെയ്യാനാണ്. ബിക്കോസ് ടൈം കുറവെടുക്കുന്നത് ആദ്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടൈം സേവ് ചെയ്തിട്ട് കൂടുതൽ എന്ത് ചെയ്യുക, ടഫർ ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക്. ബിക്കോസ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽസിൻ്റെ ടൈം കൺസ്യൂമിംഗ് ആണ്. കെമിസ്ട്രിയിലും ന്യൂമറിക്കൽസിൻ്റെ ഫിസിക്കലി ന്യൂമറിക്കൽസിൻ്റെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഫിസിക്സ് ഫുള്ളി ന്യൂമറിക്കൽസ് ആയിരിക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ആ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സുകളിലേക്ക് പോകാതെ ടൈം കൺസ്യൂമിംഗ് അല്ലാത്ത ബയോളജി ആദ്യം ഫിനിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബയോളജി എവിടെയാണെന്ന് തപ്പിയെടുക്കാം. ആദ്യം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർഡർ ആണെങ്കിൽ ബയോളജി എന്തായാലും 101ാമത്തെ ചോദ്യമായിരിക്കും. സോ 101ാമത്തെ ബയോളജിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തപ്പിയെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ മറിക്കുന്നു, 101ാമത്തെ എന്ത് ചെയ്യുന്നു, ചോദ്യത്തിലേക്ക് എത്തുന്നു. ബയോളജിയാണെന്ന് മനസ്സിലായി. സോ ബയോളജിയാണെന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ 3 റൗണ്ടിലാണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. 3 റൗണ്ടിൽ. ആദ്യമേ റൗണ്ട് 1. അതേതാണ് റൗണ്ട് 1. റൗണ്ട് 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം ഉറപ്പുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്നുള്ള കോൺഫിഡൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. റൗണ്ട് 2 എന്ന് പറയുന്നത് സ്വാഭാവികമായും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കുത്തിയിരിക്കരുത് ഫസ്റ്റ് റൗണ്ടിൽ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, ഒരിക്കലും നിങ്ങൾക്ക് റൗണ്ട് 1 ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചോദ്യം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ചോദ്യങ്ങളൊന്നും ചിലപ്പോൾ അവസാനം മിസ്സാവും ടൈം കിട്ടാണ്ട്. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആയിട്ടതെല്ലാം ഒരു കൃത്യമായ റൗണ്ടിൽ എന്ത് ചെയ്യുക, റൗണ്ട് 2 ചെയ്യുക. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ് ആയിട്ട് വന്നിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഒന്ന് റീകോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് 3 ചെയ്യുക. അത് റൗണ്ട് 3 വെക്കാവുള്ളൂ. അപ്പം ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്രിഗേഷൻ ആണ്.
200 ചോദ്യത്തിനെ ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. മാത്രവുമല്ല നിങ്ങൾ എന്ത് ചെയ്യും, 200 ചോദ്യത്തിനെ 3ആയിട്ട് എന്ത് ചെയ്യും, സെഗ്രിഗേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ബയോളജിയാണ് ചെയ്യാൻ തുടങ്ങുന്നത്, ബോട്ടണിയാണ്. ഞാൻ ഉത്തരവൊന്നും പറയാൻ പോകല്ല, ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ സൈലത്തിൻ്റെ അടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ഞാൻ നോക്കുവാണ് 101ാമത്തെ ചോദ്യം ഞാൻ എന്ത് ചെയ്യുകയാണ്, വായിക്കുമ്പോൾ മനസ്സിലായി ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് എ പ്ലാന്റ് ഷോൺ അനാറ്റമിക്കൽ ഫീച്ചർ. അപ്പോൾ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഞാൻ പഠിച്ച പാഠമാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കാറ്റഗറി ഓഫ് പ്ലാന്റ് ആൻഡ് ഇറ്റ്സ് പാർട്ട്, ഏത് പ്ലാന്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഞാനൊന്നും വായിക്കുന്നില്ല, എനിക്ക് തോന്നുന്നു ഞാൻ ചുമ്മാ പറയാണ് 3 ആയിരിക്കണം. എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി 3 ആണ്, ഇത് ഞാൻ പഠിച്ച കാര്യമാണ്. 3നെ കുറിച്ച് 3 ആണ് ആ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്നിരിക്കട്ടെ. അപ്പോൾ 3 ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യരുത്, അങ്ങനെ കാര്യം ആൻസർ അങ്ങനെ മാർക്ക് ചെയ്യാൻ പാടില്ല നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, 101 ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുള്ള കോൺഫിഡൻസിൽ 3 ആണ് ഉത്തരം എന്ന് മനസ്സിലായി. നമുക്ക് ഉത്തരം കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് സൈഡിൽ എന്ത് ചെയ്തേക്കാം, ചെറിയ ടിക്ക ക്വസ്റ്റ്യൻ്റെ സൈഡിൽ, ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ സൈഡിൽ ഇട്ടേക്കാം. ബിക്കോസ് ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്താന്ന് അവസാനം അറിയണം. ആ സോർട്ടിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം 3 ആണെന്ന് മനസ്സിലായി. ജസ്റ്റ് ഒന്ന് 3യുടെ അവിടെ എന്ത് ചെയ്തേക്കുക, ഒരു ചെറിയ ഡോട്ട് അവിടെ ഇട്ടേക്കാം. ബിക്കോസ് 3 ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഞാനത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു മാസത്തിനുള്ളിൽ അതിൻ്റെ മാർക്കും സ്കോറും ഒക്കെ എക്സ്പെക്റ്റഡ് അറിയണം. ഇത് ഏതാ മാർക്ക് ചെയ്ത് എന്താ മാർക്ക് ചെയ്തെന്ന് അറിയാണ്ട് ഫുൾ ടെൻഷൻ ആയിരിക്കും പിന്നെ ഒരു മാസം. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് സ്കോർ കിട്ടാൻ വേണ്ടി ഇത് നല്ല കാര്യമാണ്, നിങ്ങൾ മാർക്ക് ചെയ്ത് ഏതൊക്കെയാണെന്ന് അറിയുക എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ഡോട്ട് അവിടെ ഇട്ടേക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 3 എന്നുള്ളത് അപ്പോൾ തന്നെ മാർക്ക് ചെയ്യണം. ചില ആളുകളുണ്ട് മക്കളെ, എല്ലാം ആൻസറും മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവസാനം കൊണ്ട് ബബിൾ ചെയ്യാന്ന് വിചാരിക്കും. അട്ടർ ബ്ലണ്ടർ ആയിട്ടുള്ള ഡിസിഷനാണ്, അട്ടർ ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. എപ്പോഴാണ് അത് പാളുക എന്നുള്ള മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് 3ന് പകരം 4 എടുത്ത് മേളി മാർക്ക് ചെയ്യും, പിന്നെ താഴോട്ട് അങ്ങ് മാർക്ക് ചെയ്യുന്ന സമയത്ത് മൊത്തം മാറിപ്പോവും. സോ അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളൊക്കെ പലരും പ്രീവിയസ് എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അപ്പം മാർക്ക് ചെയ്യണം. ഇനി ചിലർ കാണിക്കുന്നത് കേട്ടോണം, 101 ഉത്തരം എഴുതുന്നത് അല്ലേ, നേരെ ചോദ്യം വായിക്കുന്നു 3 ആണെന്ന് മനസ്സിലായി, ബയോളജിയാണ്. നേരെ OMR ഷീറ്റ് എടുക്കും, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ അവിടെ ചെന്ന് 3 മാർക്ക് ചെയ്യും. അടുത്ത 102 വായിക്കുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ ഞാൻ 102ാമത്തെ ചോദ്യമാണല്ലോ വായിക്കുന്നത്, ഞാനിപ്പോൾ ഒരെണ്ണം ബബിൾ ചെയ്ത് ഒന്നിൽ കൊണ്ട് വേറെ ഉത്തരം മാർക്ക് ചെയ്ത് വെച്ചു, അയ്യോ എനിക്ക് ടെൻഷനായി, ഫുൾ ടെൻഷനായി, ഞാൻ മാർക്ക് ചെയ്ത് ടെൻഷനാണ്, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് സമയം കളയും. അതുകൊണ്ട് ഡബിൾ ചെക്ക് ചെയ്യുക, 101 എഴുതുന്നത്, OMR 101 കണ്ടുപിടിക്കുക, ആ 101 തന്നെ എന്ത് ചെയ്യുക, 3 മാർക്ക് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുമ്പ് നിങ്ങൾ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതുന്നത് അത് കൃത്യമായി എന്ത് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് തവണ എഴുതിയിട്ടുള്ളതാണ്. രജിസ്റ്റർ നമ്പറൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുക, എഴുതുക. മാർക്ക് ചെയ്യുന്നതും രജിസ്റ്റർ നമ്പർ അങ്ങനെ തന്നെ എഴുതുക. പിന്നെ ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്, OMR നിങ്ങളിപ്പം അറിയാണ്ട് ലൈക്ക് ചിലപ്പം ഒരു അബദ്ധവശാൽ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ ഒന്ന് മീൻസ് മാർക്ക് ചെയ്യുന്ന രജിസ്റ്റർ നമ്പർ മാർക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് മാറിപ്പോയാൽ ഇൻവിജിലേറ്ററിനെ അറിയിക്കുക. അവർ പറയുകയാണ്, എനിക്ക് ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ ഒരു പ്രീവിയസ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യം എനിക്കറിയാം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആളോട് പറഞ്ഞ് എനിക്ക് OMR മാറ്റിത്തരാൻ പറ്റില്ല, കാര്യം വേറെ OMR ഉണ്ടാവില്ല, വേറെ OMR ബിക്കോസ് QR കോഡ് അങ്ങനെ എല്ലാം നമുക്ക് റെപ്ലിക്ക എല്ലാത്തിൻ്റെയും ഉണ്ടാവില്ല. സോ അത് കാണില്ല, അതൊരെണ്ണേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തരാൻ പറ്റില്ല. പക്ഷേ ആളുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു ബുക്കിലെട്ടിനകത്ത് ഒരു OMR ഒരു നമ്പർ മാറിയാൽ അടുത്ത നമ്പർ ഏതാണെന്നുള്ള കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് തോന്നുന്നില്ല റൈറ്റ്സ്, അതൊന്നും നിങ്ങളുടെ റാങ്കിനെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ തെറ്റിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് എന്ത് ചെയ്യരുത്, ആ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കറക്റ്റായിട്ട് നോക്കി എന്താണ് OMR കറക്റ്റ് എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതുക. ഞാൻ പറഞ്ഞത് ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. നിങ്ങൾ അതിൽ നിന്നും ടെൻഷൻ അടിക്കേണ്ട, കറക്റ്റായിട്ട് ഉത്തരം എഴുതുക എന്നുള്ളതില്ല. ഉത്തരം മാറ്റി എഴുതി കഴിഞ്ഞാൽ OMR ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം മാനുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്ക് ടു ട്രാക്ക് ആക്കാൻ പറ്റും. പക്ഷേ ഉത്തരം മാറ്റി എഴുതിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 101 101 3 ആണെങ്കിൽ 3 എനിക്കറിയില്ല കേട്ടോ, ഞാൻ വായിച്ചിട്ടില്ല ഉത്തരമൊന്നും. 3 എന്ന് കിട്ടിയാൽ 3 എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, പോകുകയാണ്. 102ാമത്തെ ചോദ്യം. അപ്പോൾ 102ാമത്തെ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, വായിക്കുകയാണ്. വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഏതായിട്ട് ബന്ധപ്പെട്ട് ലൈറ്റ് റേഷൻ ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ടാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ നിങ്ങൾക്ക് ഫോട്ടോസിന്തസിസിൽ ആ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാവുന്ന ചോദ്യമാണ്. സോ അറിയാവുന്ന ചോദ്യമാണ്. ഓപ്ഷൻ ഏതാണ്, 2 എന്ന് ചുമ്മാ പറയണേ, ഞാനൊന്നും വായിക്കുന്നില്ല. 2 എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഉത്തരം കിട്ടുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 102 2 മാർക്ക് ചെയ്യണം. അടുത്ത 103 വായിക്കുന്ന സമയത്ത് പ്രോഡക്റ്റ് ഓഫ് റിയാക്ഷൻ ഗ്ലൂട്ടാമേറ്റ്, ഇത് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു, എനിക്കിത് ഓർമ്മ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇത് മിനറൽ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട മിനറൽ ന്യൂട്രീഷനാണ് അല്ലേ, മിനറൽ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എനിക്കിതിൻ്റെ ഓർമ്മ കിട്ടുന്നില്ല ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. പക്ഷേ ഞാൻ ആലോചിച്ചാൽ എനിക്ക് കിട്ടും. കിട്ടുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു റൗണ്ട് ഞാൻ ആലോചിച്ച് നോക്കി കിട്ടുന്നില്ല. സോ ഇറ്റ്സ് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ പതുക്കെ ആ ക്വസ്റ്റിൻ്റെ സൈഡിൽ എന്ത് ചെയ്യുക, ഒരു റൗണ്ട് ഇടുക. പതുക്കെ റൗണ്ട് ഇട്ട് വെച്ചേക്കാം. കാര്യം നിങ്ങൾ റൗണ്ട് 2ൽ ചെയ്യേണ്ടത് ഇതാണ്.
അടുത്ത 103 104 നിങ്ങൾ എത്തുന്നു. 104 നിങ്ങൾ വായിക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ലിപ്പിഡ്. ഇത് എനിക്കറിയത്തില്ല, സെല്ലിൻ്റെ ആ ഒരു സെഷൻ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, എനിക്കറിയാത്തൊരു ചാപ്റ്ററാണ്, റീകോൾ ഞാൻ ബാക്ക്ലോഗുള്ള ചാപ്റ്ററാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ എന്ത് ചെയ്തേക്കുക, ഒരു ക്രോസ് എന്ത് ചെയ്തേക്കുക, ഇട്ടേക്കുക. കാര്യം ആ ചോദ്യം നിങ്ങൾ പിന്നെ റൗണ്ട് 2 നോക്കിയാലും നിങ്ങളുടെ സമയം വെറുതെ പോകും, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിങ്ങിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് റൗണ്ട് 3 ചെയ്യേണ്ട കാര്യമാണ് ഈ ക്രോസ്. അങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യത്തിനും എന്ത് ചെയ്യുക, നിങ്ങൾ സോർട്ട് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തത് ചെയ്യാത്തത് അങ്ങനെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അടുത്ത റൗണ്ട് ചെയ്യേണ്ടത്, ഇനി എനിക്കറിയാത്തത്, ഇങ്ങനെ സോർട്ട് ചെയ്യലാണ് ഫസ്റ്റ് റൗണ്ട് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് റൗണ്ടിലോ നിങ്ങൾ ഈ സർക്കിൾ ചെയ്തതിനെ തപ്പിപ്പിടിക്കണം, അവനെ മാത്രം നോക്കി ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. അപ്പം ആ സോർട്ടിംഗ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായി ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ റൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വെട്ടിട്ടതെല്ലാം നിങ്ങൾക്ക് അറിയാം, അത് ബുദ്ധിമുട്ടുള്ളതാണ്, എനിക്കറിയാത്തതാണ്. പക്ഷെ എങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾ 12th സ്റ്റാൻഡേർഡിലും 11th സ്റ്റാൻഡേർഡിലും പഠിച്ച് റീകോൾ ചെയ്തിട്ട് അതിൻ്റെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാക്കി 2 ഓപ്ഷനിൽ ഏതോ ആണെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദി ആൻസർ. അപ്പം അതാണ് ആക്ച്വലി ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. മോഡൽ എക്സാമുകളെല്ലാം ആ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ തന്നെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് പോകുക. ഇങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. ദിസ് ഈസ് ഹൗ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിനെ അപ്രോച്ച് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ടത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വീണ്ടും പറയുന്ന കാര്യമാണ്, 2-3 കാര്യങ്ങളാണ് ആക്ച്വലി ഒരു ടോപ്പറിനെ തീരുമാനിക്കുന്നത്. ഒരാൾ ടോപ്പർ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് 2-3 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് കാര്യം മെൻ്റൽ പീക്ക്നെസ്. ഞാൻ എപ്പോഴും എല്ലാവരും പറയും എന്നോട് മെൻ്റൽ പീക്ക്നെസ് എന്ന്, വിച്ച് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. 2 മണി തൊട്ട് 5:20 വരെ അത്ര ആക്റ്റീവ് ആയിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിലും. ആ ദിവസവും കൃത്യമായിട്ട് 2 to 5:20 വരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, എഫേർട്ട് എടുക്കണം. 2 മെൻ്റൽ പീക്ക്നെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2 ഒന്നാമത്തെ ചോദ്യം തൊട്ട് 200ാമത്തെ ചോദ്യം വരെ സെയിം എനർജി സെയിം എന്താണ്, കോൺഫിഡൻസ്, ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം. സെയിം എനർജി സെയിം കോൺഫിഡൻസ്. മക്കളെ ഈ 200 ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ വെറും ഒരു 200 ചോദ്യങ്ങളല്ല ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിൽ. ഈ 200 ചോദ്യം എന്ന് പറഞ്ഞാൽ അടുത്ത 50 വർഷം കഴിഞ്ഞാലും 2023 നീറ്റ് എന്ന ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ ഭാഗമാകാനാണ് നിങ്ങൾ പോകുന്ന. ആ ചരിത്രത്തിന്റെ ഭാഗമായി വരുന്ന ഈ 200 ചോദ്യത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങൾ വിജയിച്ചു വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒപ്പം ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആദ്യം ബോട്ടണി ചെയ്യുന്നു, സുവോളജി ചെയ്യുന്നു, എന്നിട്ട് എന്തിലേക്ക് വരുന്നു, ബോട്ടണി, സുവോളജി, അതിലെ സുവോളജി, ബോട്ടണി ഏതാണോ ബയോളജി ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കെമിസ്ട്രിയിലേക്ക് പോകുന്നു, അവസാനം ഫിസിക്സിലേക്ക് പോകുന്നു. എത്ര മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, അതും കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങളൊരു ബയോളജിക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ്. ആ സമയം നിങ്ങൾ നോക്കണം, ഓരോ സബ്ജക്റ്റിനും 45 മിനിറ്റ്സ് to 1 hour ആണ്. അതേ നിങ്ങൾ സ്പെൻഡ് ചെയ്യാവുള്ളൂ. കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ് റെസ്റ്റ് ഓഫ് ദി ടൈം കൊടുക്കേണ്ടത്. ഫിസിക്സിന് ഞാൻ പറയും ഒരു 1 hour 20 മിനിറ്റിന് മുകളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ 20 മിനിറ്റ് എങ്കിലും ഫിസിക്സിന് കൊടുക്കാം. റെസ്റ്റ് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് നിങ്ങൾക്കൊരു 1 hour, ഈ 45 മിനിറ്റ്സിൽ എത്രയാണോ എടുക്കുന്നത് ബാക്കിയുള്ള 45 മിനിറ്റ്സ് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു 1 hour 10 minutes സംതിങ് നിങ്ങൾ എന്തിനും കൊടുക്കാം, കെമിസ്ട്രിക്കും കൊടുക്കാം. ഈ ഒരു ഐഡിയയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റൈറ്റ്. സോ ഇപ്പോൾ 1 hour ആണ് നിങ്ങൾ എടുക്കുന്നത്, ഇവിടെ 1 hour വരും. സോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കൊടുക്കുക. അപ്പോൾ ഈ 45 മിനിറ്റ്സിനുള്ളിൽ ബയോളജി തീർക്കുക, ദെൻ കെമിസ്ട്രി ആൻഡ് ഫിസിക്സിന് അതുപോലെ എന്ത് ചെയ്യുക, ആ എടുത്ത് അവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയ സമയം ബാക്കി 2 സബ്ജക്റ്റിലേക്കും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഈ ടൈം മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക, കൃത്യമായി അതിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉഷാറാക്കുകടാ, അടിപൊളിയായിട്ട് പഠിക്കുക, തകർത്ത് മുമ്പോട്ട് പോകും, കിട്ടും, ഉറപ്പാണ്. ഇത് നമ്മുടെ വർഷമാണ് 2023 നീറ്റ് എന്ന് പറയുന്നത്. ഒരുമിച്ച് അടിപൊളിയായിട്ട് നമ്മൾ തീർക്കും. അപ്പോൾ നാളെ മാരത്തോണിന് കാണാം. ഓൾ ദി ബെസ്റ്റ് ഗായ്, ബൈ ബൈ.